മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. സേവനം നൽകാതെ 2.7 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ. വീണയ്ക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. മാസപ്പടി വിഷയത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണെന്ന് BJP നേതാവും പരാതിക്കാരനുമായ ഷോൺ ജോർജ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് പ്രതി എന്നായിരുന്നു ഷോൺ ജോർജിന്റെ പ്രതികരണം. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് കോടികൾ ഒഴുകിയിട്ടുണ്ട്. കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഒന്ന്, പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനൊന്നും ഒരു മെനക്കെട്ടിട്ടില്ല. ഇപ്പോഴും എടുക്കാൻ പോകുന്ന കേസിന്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അന്തസ്സോ അഭിമാനമോ മാനോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇതിൽ ഒറ്റ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടീൻ്റെ ഒരു ഡിസിഷനാണ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എറണാകുളം ജില്ലാ കോടതി ഒന്നിൽ മാസപ്പടി കേസിലെ കുറ്റപത്രം ഇന്ന് ഉച്ചയോടെ സമർപ്പിച്ച SFIO കേസിൽ പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്, അതുപോലെ ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക്, വലിയ രാഷ്ട്രീയ വിവാദത്തിന് അത് തുടക്കമിട്ടിട്ടുണ്ട്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2.7 കോടി രൂപ എങ്ങനെ കൈപ്പറ്റി എന്ന ചോദ്യം, ഗുരുതരമായ കണ്ടെത്തൽ, അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. നേരത്തെ ഈ വിവാദവുമായി ബന്ധപ്പെട്ടൊരു ഒത്തുകളി ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിയതെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യമെന്ന നിലയിലേക്ക് അത് കടുപ്പിക്കുന്നു. പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. എന്ത് ചലനമാണ് ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് സലീം? റിജിത്ത്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആദ്യമായാണ് SFIO ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസിൽ തന്നെ പ്രതിപ്പട്ടികയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വരുന്നു. അതിന് പിന്നാലെ കുറ്റപത്രം സമർപ്പിക്കുന്നു. ആ കുറ്റപത്രത്തിൽ 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ചുമത്തുന്നു. സ്വാഭാവികമായും തുടക്കം മുതൽ കോൺഗ്രസും BJPയും ആരോപിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കേസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് മകൾ വീണ വിജയൻ നടത്തിയത്. മാസപ്പടി വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. ആ ആരോപണത്തിന് ഇനി ബലമേറും എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ ആരോപണം വന്ന ആ സമയത്ത് തന്നെ വലിയ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് വലിയ നിലയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്ത് അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ഈ കേസിൽ ഗുരുതരമായ ഗൗരവമായ കണ്ടെത്തലുകൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നാളെ മുതൽ സംസ്ഥാന രാഷ്ട്രീയം കാണാൻ പോകുന്നത് മാസപ്പടിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ്. പ്രത്യേകിച്ചും മധുരയിൽ ദേശീയ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റാൻ CPIM തീരുമാനിക്കണം എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ഇരുവരും ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്, സ്വന്തം മകൾക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം നടക്കുമ്പോൾ, അതിൽ പ്രോസിക്യൂഷൻ നടപടികൾ നടക്കുമ്പോൾ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ വാർത്ത പുറത്തു വന്ന് ഈ നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക് എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ രാത്രി പ്രതിഷേധം ഇന്ന് രാത്രിയിൽ പല ജില്ലകളിലും
ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന നിലയിലുള്ള വലിയ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വാക്പോരും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും തെരുവിലലയടിക്കാൻ കഴിയുന്ന നിലയിലുള്ളൊരു വലിയ വിവാദമാണ് ഇന്നത്തോടുകൂടി വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട സംസ്ഥാന രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരുന്നു. അതിന് പിന്നാലെ തന്നെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതി നടപടികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ 6 ദിവസം മുൻപാണ് തൽക്കാലം വിജിലൻസ് അന്വേഷണം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി ഉത്തരവിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് SFIOയുടെ കണ്ടെത്തലുകളിൽ ഈ അന്വേഷണം നടക്കാനിരിക്കുന്നത്, പ്രോസിക്യൂഷൻ നടക്കാനിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല കണ്ടെത്തലുകൾ കൂടി വളരെ ഗൗരവമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നാളെ മുതൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളിളക്കമാകാൻ പോകുന്ന വിഷയമായി മാസപ്പടി വിവാദം വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റീജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശ്രീകാന്ത് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എറണാകുളം ജില്ലാ കോടതി 1 മാസപ്പടി കേസിലെ കുറ്റപത്രം ഇന്ന് ഉച്ചയോടെ സമർപ്പിച്ചിട്ടുണ്ട് SFIO. കേസിൽ പ്രതികൾക്കുടൻ സമൻസ് അയക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, വലിയൊരു രാഷ്ട്രീയ ബോംബ് എന്ന നിലയിലാണ് ഇത് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് വീഴുന്നത്. അതിൻ്റെ ചലനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി കാണുന്നു. തുടർന്നും വലിയ രാഷ്ട്രീയ വിവാദത്തിന് അത് കാരണമാകുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വലിയ വിവാദം, കോടതി നടപടികൾ, ഇതിനൊക്കെ ശേഷം SFIO കണ്ടെത്തുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ്. ഈ കേസിൻ്റെ നാൾവഴിയും വിവാദവും ഒക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത്? ഇനിയുള്ള ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ശ്രീകാന്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് ജില്ലാ കോടതി 1 എറണാകുളം ജില്ലാ കോടതി 1 ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അഭിഭാഷകർക്കൊപ്പമാണ് കോടതിയിലേക്ക് എത്തിയത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ കുറ്റപത്രം അത് കോടതിയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഫയൽ ചെയ്യുകയും ചെയ്തത്. ഇനി തുടർ നടപടി കൊച്ചിയിൽ തന്നെയായിരിക്കും, കൊച്ചിയിലെ കോടതിയിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കാൻ പോകുന്നത്. സമൻസ് വൈകാതെ മുഴുവൻ പ്രതികൾക്കും, മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള പ്രതികൾക്ക് സമൻസ് പോകും വിചാരണയുടെ ഭാഗമായി. ഇനി ഇതിൻ്റെ നാൾവഴിയിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ, ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ലെറ്റർ പുറത്തു വരുന്നു, അവരുടെ ഒരു കണ്ടെത്തൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അതിൽ വീണ വിജയൻ്റേതടക്കമുള്ള പേരുകൾ, എക്സാലോജിക്കിൻ്റെ പേരുകൾ പരാമർശിക്കപ്പെട്ടിരുന്നു. ശേഷം അത് SFIO അന്വേഷണത്തിന് വഴിമാറുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അതിന് അനുമതി നൽകുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ SFIOയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനും മറ്റ് ഒട്ടനവധി കേസുകൾ, ഈ രീതിയിലുള്ള കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ളതുമായ M അരുൺ പ്രസാദിന്, ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഈ ചുമതല നൽകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടെ കോടതി വ്യവഹാരങ്ങൾ ഒരുപാട് നടന്നു. കർണാടക ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ, അങ്ങനെ 3 ഹൈക്കോടതികളിലായി ഇതിൻ്റെ വ്യവഹാരങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ SFIO ഈ പ്രതികളെയെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് അവരെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തി എറണാകുളം ജില്ലാ കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി നോട്ടീസ് പോകും. അതിനുശേഷം വിചാരണ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. ശരിയാ ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.